ഈ മുഖ്യമന്ത്രിയുടെ ഡയലോഗ് ഇന്ന് അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ എന്നാണ്. ഞാൻ പറയുന്നത് കേരളം ഒന്നാകെ മുഖ്യമന്ത്രിയോട് പറയേണ്ട ഡയലോഗാണിത്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോകണം. അല്ലാതെ അവിടെ മറ്റുള്ള ആൾക്കാർ, പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അവരെ ഭരിക്കാനായിട്ട് പോകരുത് ദയവേത്. അതുകൊണ്ട് അമ്മാതിരി കമന്റ് സ്ത്രീകൾക്കെതിരെ വേണ്ട കേട്ടോ എന്ന് കേരളം ഒട്ടാകെ മുഖ്യമന്ത്രിയോട് പറയണം. ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ മജ്ജയും മാംസവും കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശരീരമാണ്. നോക്കൂ, മജ്ജയും മാംസവും കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ശരീരം നമ്മളുടേത് എല്ലാവരുടേതുമാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വികാരങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പൊ അത് മജ്ജയും മാംസവും ഉള്ള ശരീരം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മറ്റുള്ള ആൾക്കാർക്കുണ്ട്. അത് കേൾക്കുന്ന ആ സ്ത്രീക്കും അങ്ങനെ തന്നെയുണ്ട്. അത് കേൾക്കുന്ന ആ സ്ത്രീ ഇന്നത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ, അല്ലെ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് എത്രത്തോളം വലിയ അപമാനമാണ് അവർ ഓരോ നിമിഷവും ഇത് വീണ്ടും ആവർത്തിച്ച് വരുന്ന സമയത്ത് ഫേസ് ചെയ്യുന്നത് എന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും അല്ല അത് കേട്ടത്, പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഒരു സഹോദരി അവരത് കേൾക്കുന്നു. അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വായിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്കും അതേ വികാരമുണ്ട്. നമ്മളാരും കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ ഇനി നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, മുഖ്യമന്ത്രി എങ്ങനെ വികാര വിക്ഷോഭത്താൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, വികാര വിക്ഷോഭത്തോടെ പെരുമാറാനായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് മുഖ്യമന്ത്രിക്കുണ്ടോ? ഇല്ല, ആ സ്ത്രീക്കും ആ റൈറ്റ് ഉണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ഇത് പറയുന്ന സമയത്ത് അങ്ങയുടെ ജോലി നോക്കിയാൽ മതി എന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നെങ്കിലോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതും ന്യായമായിട്ടുള്ള കാര്യമാണ്. അവർക്കും ഈ വികാര വിക്ഷോഭത്തിനുള്ള അവസരമുണ്ട് എന്ന് ശ്രീ ജയരാജ് ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുമായിരുന്നു? ഇല്ല, അതൊരു ധാർഷ്ട്യമായിട്ട് പറയപ്പെടുമായിരുന്നു. അതായത് ലെസർ ഡിഗ്രി ഓഫ് റൈറ്റ്, ലെസർ ഡിഗ്രി ഓഫ് പവർ, ഈ കാര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവകാശങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ലെസർ ഡിഗ്രി ഉള്ള ആൾക്കാർ അവർ ശബ്ദമുയർത്താൻ പാടില്ല. അവർക്ക് മുകളിലുള്ള ആൾക്കാർക്ക് ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഈ കീഴാള സംസ്കാരം, മേലാള സംസ്കാരം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന അതേ കാര്യങ്ങളല്ലേ? ഇതേ മൂല്യങ്ങൾക്കെതിരെയല്ലേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം സമരം ചെയ്തു എന്ന് മേനി നടിക്കുന്നത്? നീ അങ്ങ് പറയുന്നു ഇതിൽ സ്ത്രീവിരുദ്ധത എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന്. അതിൽ സ്ത്രീവിരുദ്ധത എന്ന രീതിയിലത്തേക്ക് ഒന്നും തന്നെ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്ന്. നോക്കൂ, ഇത് ഒരു സ്ത്രീയാണ്, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലിയാണ് അവിടെ ചെയ്യുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അപ്പൊ അവരവരുടെ ജോലി കൃത്യമായ രീതിയിൽ അവിടെ നിറവേറ്റി എന്നതിന്റെ പേരിൽ അവർ അപമാനം നേരിടുകയാണ്. അപ്പൊ അത് സ്ത്രീവിരുദ്ധതയല്ല എന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത്? പിന്നെ ഈ 70 വയസ്സിൽ നമ്മൾ ആരെയെങ്കിലും റിട്ടയർമെന്റിലേക്ക് ഫോഴ്സ് ചെയ്യാമോ അല്ലയോ എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഇത് 70 വയസ്സിന് ശേഷം തുടങ്ങിയ ഒരു പ്രശ്നമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇത് 70 വയസ്സിൽ തുടങ്ങിയ പ്രശ്നമല്ല, ഇത് എന്നോ തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് തുടർച്ചയായിട്ടുള്ള ഒരു സ്വഭാവത്തിന്റെ രീതിയാണ്. അപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മളെക്കാൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അധികാരത്തിൽ താഴ്ന്ന ആൾക്കാരോട് ഏത് രീതിയിൽ പെരുമാറണം എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളിവിടെ കണ്ടില്ലേ പാർലമെന്റ് മന്ദിരം, പുതിയ പാർലമെന്റ് മന്ദിരം അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാരുടെ കാല് കഴുകുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് പൂവർച്ചിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണ്. ഞാൻ പറഞ്ഞത് എക്സ്ക്ലൂസീവായിട്ട് പ്രധാനമന്ത്രിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മളിൽ പിന്നെ എന്താണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില വേർതിരിവുകളുണ്ട്. അതിൻ്റെയൊക്കെ താഴെ തട്ടിൽ എന്ന രീതിയിലത്തേക്ക് പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നതും ജോലിയാണ്, അന്തസ്സാണ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നൊന്നുണ്ട് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഇവിടെ ഉള്ളപ്പോഴാണ് ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ, ഒരു തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ ഒരാൾ ഇത്തരത്തിലുള്ള ഭീഷണി, പരസ്യമായിട്ടുള്ള ഭീഷണി നേരിടുന്നത്, അതും വരാൻ പാടില്ലാത്ത വായിൽ നിന്ന് അത് വരുന്നത്. അപ്പൊ അതിനെ അതേ നോക്കൂ, വളരെ മനോഹരമായിട്ടുള്ള ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരോട് മറ്റൊന്നും തന്നെ പറയാൻ കഴിയില്ല. കാരണം